ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം. വ്രജ സംമൃഷ്ട സംസിക്ത ദ്വാരാജിരഗൃഹാന്തര ചിത്രധ്വജ പതാകാസൃക്ചൈല പല്ലവതോരണൈ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇപ്പോൾ ഈ ഒരു അധ്യായത്തിൽ ഭഗവാന്റെ ജാതകർമ്മ സംസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യം മുതൽ നന്ദഗോപരുടെ ഒരുക്കം മുതൽ ഇങ്ങോട്ടാണ് നമ്മൾ കണ്ടത്. നന്ദഗോപർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ജാതകർമ്മ സംസ്കാരത്തെ മഹോത്സവമാക്കി മാറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പറയുകയാണ് ആ ഗോകുലത്തിൽ നടന്ന ഒരുക്കങ്ങൾ, അല്ലെങ്കിൽ ഗോകുലം എങ്ങനെയൊക്കെയായിരുന്നു അലങ്കരിച്ചത് എന്നാണ് പറയുന്നത്. പറയാണ് വ്രജ എന്നാൽ വ്രജം, ഗോകുലം. സംമൃഷ്ട സംസിക്ത ദ്വാരാജിര ഗൃഹാന്തര, കുറച്ച് വലിയൊരു പദമാണ്. എന്നിരുന്നാലും നമുക്ക് ചെറിയ ചെറിയ പദങ്ങളായി കഴിയുന്നത്ര നമുക്ക് ലളിതമായി പറയാൻ ശ്രമിക്കാം. സംമൃഷ്ട എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊടിയെല്ലാം അടിച്ചു തെളിച്ച നല്ല വൃത്തിയാക്കിയ, പിന്നെ ദ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമ്മറം, പിന്നെയോ മുറ്റങ്ങൾ, അതുപോലെ വീടിൻ്റെ ഉൾവശങ്ങൾ. അപ്പോൾ ആ വീടിൻ്റെയൊക്കെ അകവും പുറവും എല്ലാം തന്നെ നന്നായിട്ട് എല്ലാം അടിച്ച് തെളിച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുകയായിരുന്നു. എല്ലാ പൊടിയും മാറ്റി. ഗൃഹാന്തര എന്ന് പറഞ്ഞാൽ വീടിനുള്ളിലും. അപ്പോൾ പുറത്തു മാത്രമല്ല, അലങ്കാരങ്ങളും തോരണങ്ങളും അതുപോലെ തന്നെ ഈ വൃത്തിയാക്കലും ഒക്കെ ഉണ്ടായിരുന്ന വീടിൻ്റെ ഉള്ളിലും. ദ്വാരം എന്ന് പറഞ്ഞാൽ ആ കവാടം, ഉമ്മറം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഉമ്മറങ്ങൾ, അതുപോലെ വീടിനകങ്ങൾ, അതുപോലെ ചുറ്റുപാടുകളും എല്ലാം തന്നെ നന്നായി അടിച്ചു തളിച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞില്ല. ചിത്രധ്വജ പതാകാസൃക്ചൈല പല്ലവതോരണൈഹി. അതും കുറച്ച് വലിയൊരു പദമാണ്, എങ്കിലും നോക്കാം നമുക്ക്. ധ്വജം എന്നാൽ പതാകകൾ, കൊടിക്കൂറകൾ. അപ്പോൾ ഇവിടെ പറയുകയാണ് ചിത്രം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ പല നിറത്തിലുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ധ്വജങ്ങൾ, അതേപോലെ പതാകകൾ. ധ്വജം എന്നാൽ പതാക. അതേപോലെ കൊടിക്കൂറകൾ. പിന്നെ പറഞ്ഞത് ചൈലപല്ലവതോരണൈഹി, പൂമാലകൾ, തുണികൾ. പല്ലവം എന്നാൽ ഈ തളിരിലകൾ. അതുകൊണ്ടൊക്കെ തോരണൈഹി അലങ്കരിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അടിച്ചു തളിച്ച് വൃത്തിയാക്കുക മാത്രമല്ല, ആ ഗോകുലത്തിലെ എല്ലാ വീടുകളുടെയും അകവും പുറവും നന്നായിട്ട് നല്ല പല വിധത്തിലുള്ള പല നിറങ്ങളിലുള്ള മനോഹരങ്ങളായ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കൊടിക്കൂറകൾ, പൂമാലകൾ, അതേപോലെ തന്നെ തുണികൾ, പിന്നെ തളിരിലകൾ. നമുക്കറിയാം പലപ്പോഴും അലങ്കരിക്കാൻ മാവിൻ്റെയൊക്കെ തളിരിലകൾ ഇതുപോലെ നമ്മൾ വിശേഷാവസരങ്ങളിൽ ഇന്നും നമുക്ക് അമ്പലങ്ങളിലൊക്കെ കാണാറുണ്ടല്ലേ. അങ്ങനെ തളിരിലകൾ, അതേപോലെ തന്നെ നമ്മൾ പല നിറത്തിലുള്ള തുണികളൊക്കെ, മനോഹരമായ പട്ടുതുണികളൊക്കെ വെച്ചിട്ടിങ്ങനെ അലങ്കാരങ്ങൾ ചെയ്യാറുണ്ട്. ഇന്നും നമുക്കൊക്കെ കാണാവുന്നതാണ്. അത് അന്നേ ഗോകുലത്തിൽ ഈ ഭഗവാന്റെ സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച്, ഈ ജാതകർമ്മ സംസ്കാര മഹോത്സവത്തോടനുബന്ധിച്ച് അന്നേ എല്ലാവരും അവരവരുടെ വീടുകളുടെ അകവും പുറവും എല്ലാം അടിച്ചു തെളിച്ച് വൃത്തിയാക്കി ഇതേപോലെ ഈ കൊടിക്കൂറകളും പതാകകളും മനോഹരങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഈ കൊടിക്കൂറകൾ, അതേപോലെ തുണികൾ, പിന്നെ പൂമാലകൾ, പിന്നെയോ തളിരിലകൾ, ഇവയൊക്കെ കൊണ്ട് അലങ്കരിച്ചിരുന്നു തങ്ങളുടെ വീടിനകവും പുറവും. ഇവിടെ ഭഗവാന്റെ ഈ ഒരു ജാതകർമ്മ സംസ്കാരത്തിന് ഒരു നാട് മുഴുവൻ ഉത്സവ ലഹരിയിലായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഇവരൊക്കെ തന്നെയും ആ ഒരു ഗ്രാമത്തിൽ, ഗോകുലത്തിലുള്ളവരൊക്കെ തന്നെയും വൈഷ്ണവരായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. കാരണം നമുക്കറിയാം, ഇത് ഭഗവാൻ അവതരിച്ചത് തന്നെ
ഭൂമിദേവിയിലെ ഈ ഭാരം കുറയ്ക്കാൻ, ഭൂമിദേവിയുടെ സങ്കടം, അതായത് ഈ ദുഷ്ടതകളും അധർമ്മങ്ങളും ഒക്കെ ഏറി വന്ന ഒരു കാലഘട്ടത്തിൽ ഭൂമിദേവിയുടെ സങ്കടം തീർക്കാനായിട്ട് ഭഗവാൻ അവതരിക്കാൻ തുടങ്ങും മുൻപ് തന്നെ ദേവസ്ത്രീകളോടുമൊക്കെയായി ഭഗവാൻ പറഞ്ഞിരുന്നു, അവിടെ വേണ്ട എല്ലാം ഒരുക്കാൻ, അല്ലെങ്കിൽ അതിനു വേണ്ട കളമൊരുക്കാനായിട്ട്, ഭഗവാന്റെ അവതാരത്തിന് കളമൊരുക്കാൻ ഭൂമിയിൽ പോയി അവതരിക്കൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഗോകുലത്തിൽ ജനിച്ചിരുന്ന ആളുകളൊക്കെയും, അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, അവരുടെ ഉള്ളിൽ ആ ഒരു സത്വാംശം ഉള്ളവരാണ് അവിടെ ഭഗവാനെ സേവ ചെയ്യാനായി വന്ന് ജനിച്ചത് തന്നെ, അവിടെ പിറന്നത് തന്നെ അതിനു വേണ്ടിയിട്ടായിരുന്നു, ഭഗവാന്റെ സേവ ചെയ്യാൻ. അപ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു വൈഷ്ണവാംശം മുൻപ് തന്നെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ജന്മത്തിൽ അവർക്ക് ഭഗവാനെ ഇത്രയേറെ സേവ ചെയ്യാൻ, ആ ഭഗവാന്റെ ഓരോ ലീലകളും, പ്രത്യേകിച്ച് ബാലലീലകൾ, ഒരു പക്ഷേ സ്വന്തം അമ്മയായ ദേവകീദേവിക്കും വസുദേവർക്കും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർക്കും കാണാൻ ഭാഗ്യം കിട്ടാതെ പോയ ഭഗവാന്റെ ആ ബാലലീലകൾ കാണാൻ ഈ ഗോകുലത്തിലുള്ളവർക്ക് ഭാഗ്യം സിദ്ധിച്ചത് തന്നെ അത് അവിടെ ഈ ഗോകുലത്തിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു വൈഷ്ണവാംശത്തിൻ്റെ, ഭഗവത് അനുഗ്രഹത്തിൻ്റെ ഒരു നേർക്കാഴ്ച, അതിൻ്റെ ഒരു കാരണം കൊണ്ടുകൂടിയാണ് അവർക്ക് ഭഗവാന്റെ ലീലകളൊക്കെ നേരിട്ട് കാണാനായത്. അപ്പോൾ ഇവിടെ ആ വൈഷ്ണവാംശം, അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഈശ്വരീയമായ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം, കാരുണ്യമാണ് അവരെ ഇന്നിവിടെ ഭഗവാന്റെ ഈ ഒരു സംസ്കാര കർമ്മത്തിൽ പങ്കാളികളാകാൻ അനുഗ്രഹമായി വന്നത്. അതുകൊണ്ട് തന്നെ അവരവരുടെ വീടുകളും ആ ഗ്രാമങ്ങൾ മുഴുവൻ തന്നെ അത്യധികം ഭംഗിയായി അലങ്കരിച്ചിരുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വ്രജ സംഋഷ്ട സംസിക്ത ദ്വാരാജിരഗൃഹാന്തര ചിത്രധ്വജ പതാകാസൃക്ചൈല പല്ലവതോരണൈഹി. ഇനിയും ഈ രണ്ട് ശ്ലോകങ്ങളും തുടക്കക്കാർക്ക്, ഈ രണ്ട് വരികളും, ഈ ഒരു ശ്ലോകം വായിക്കാൻ തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം. കാരണം വലിയ ദൈർഘ്യമേറിയ പദങ്ങളാണ് ഒന്നാമത്തെ പാദത്തിലും രണ്ടാമത്തെ പാദത്തിലുമുള്ളത്. ഇവിടെ ആദ്യം വിസർഗം പറയട്ടെ. വ്രജ എന്ന് പറയുന്നിടത്ത് ഒരു വിസർഗമുണ്ട്. അതുപോലെ ഒന്നാമത്തെ പാദവും രണ്ടാമത്തെ പാദവും അവസാനിക്കുന്നിടത്തും വിസർഗമുണ്ട്. അതും പകുതി ഹകാരത്തിൽ തന്നെ പറയുക. അതെ. ഇനി അടുത്തത് സംഋഷ്ട സംസിക്ത ദ്വാരാജിരഗൃഹാന്തര. അതപ്പോൾ ചെറിയ പദങ്ങളായി സംഋഷ്ട സംസിക്ത ദ്വാരാജിര ഗൃഹാന്തര. ഇങ്ങനെ പദങ്ങൾ ചേർത്ത് പറഞ്ഞ് അത് ഒന്നിച്ചു വായിക്കാൻ പഠിക്കുക. അതേപോലെ തന്നെ ചിത്രധ്വജ പതാകാസൃക്ചൈല പല്ലവതോരണൈഹി, അതും ചേർത്ത് തന്നെ വായിക്കണം. ഇതേപോലെ ചിത്രധ്വജ പതാകാസൃക് ചൈല പല്ലവതോരണൈഹി, ഇങ്ങനെ പറഞ്ഞ് ചേർത്ത് വായിച്ച് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനുള്ള. തുടക്കക്കാർക്ക് ഒരല്പം ബുദ്ധിമുട്ട് തോന്നാവുന്ന ഒരു ശ്ലോകം കൂടിയാണ് ഇത്. എങ്കിലും ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ എന്താണ് അസാധ്യമായിട്ടുള്ളത്? നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ വേണ്ട ഒരു എഫേർട്ട് ഇട്ടാൽ, നമ്മൾ അതിനൊരു പരിശ്രമം നടത്തിയാൽ ഭഗവാൻ ഉറപ്പായിട്ടും നമ്മളെ അനുഗ്രഹിക്കും. അത് വായിക്കാൻ പഠിക്കാനും കഴിയുന്നതാണ്. ഹരേ കൃഷ്ണ.